ഹലോ. ഞാൻ പാറു റോയിച്ച ഇതുവരെ എഴുന്നേറ്റില്ലേ? അതിന് നേരം വെളുക്കട്ടെ. ഇനി എന്ത് നേരം വെളുക്കാൻ? മണി 11 കഴിഞ്ഞു. കർത്താവേ, എന്റെ കോഫി ഷോപ്പ്. ഞാൻ വിചാരിച്ചു റോയിച്ചൻ തിരക്കായത് കാരണം ഫോൺ എടുക്കാതിരുന്നാന്ന്. അല്ല, നീ അവിടെ കോഫി ഷോപ്പിലാ? അല്ല, ഓഫീസിലാ. ഓഫീസിലോ? അപ്പൊ കോഫി ഷോപ്പിലാരാ? ആ, എനിക്കറിയില്ല. ശരി, ഞാൻ വിളിക്കാം. ആ വിനീതിനൊന്ന് വിളിക്കാം. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താ പറ്റി റോയിച്ച? ഇനി എന്ത് പറ്റാൻ? മണി 11 11? യോ, അപ്പോ കോഫി ഷോപ്പ് പറഞ്ഞില്ലേ? രാവിലത്തെ ഡെലിവറികളൊക്കെ ഒന്നും അറിയാനൊരു മാർഗമില്ല. ആ ചെക്കൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാ. എന്റെ ക്യാബിനാണെങ്കിൽ ഞാൻ പൂട്ടിയിട്ട് വന്നത്, അല്ലെങ്കിൽ ആ ലാൻഡ് ഫോണിലേക്ക് വിളിക്കായിരുന്നു. ഇന്നലത്തെ കത്തിയൊക്കെ കുറച്ച് കൂടിപ്പോയി. നീ ഒറ്റൊരുത്തന്നെ എല്ലാത്തിനും കാരണം. ഞാനാ? പിന്നല്ലാതെ ഈ ആനന്ദിനെ കളിയാക്കി തുടങ്ങിയത് നീയല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങളും കൂടി ഏറ്റുപിടിച്ചത്. നിങ്ങളോട് അധികാരം പിടിച്ച് ആ നട്ടപ്പാതിരെ കുച്ചോടിയൊക്കെ ഞാൻ പറഞ്ഞു. ആ മതി, വേറെ റെഡിയാവാൻ നോക്ക്. ഇതാ റോയിച്ച, ഞാൻ ഒരു കാര്യം പറയാം. ഒരു ദിവസത്തിന്റെ തുടക്കാത് രാവിലെ എന്നെ കലിപ്പിക്കരുത്. എന്നാ പിന്നെ ഇന്ന് മുഴുവൻ ഇങ്ങനെ ആയിരിക്കും. രാവിലെ കിടന്ന് തത്വജ്ഞാനം പറയാതെ എന്നിട്ട് പോയി കുളിക്കാൻ നോക്കടാ. ഇല്ലെങ്കിൽ ഞാൻ കുളിപ്പിക്കും. വേണോ? കുളിപ്പിക്കണോ? അയ്യേ, എന്നാ വേഗം റെഡിയാവാൻ നോക്ക്. പോയാ? നീ ഉറങ്ങല്ലായിരുന്നല്ലേ റോയിച്ച? ഉറങ്ങല്ലായിരുന്നു. ടോണി, രാവിലെ ഒരു മീറ്റിംഗ് ഉള്ളതാ. നീ ഇങ്ങനെ മീറ്റിംഗ് ആയിട്ട് നടന്നോ? നമ്മുടെ കോഫി ഷോപ്പ് മിക്കവാറും ഒന്ന് പൂട്ടും. ഈ കോഫി ഷോപ്പിന്റെ കാര്യത്തിൽ നീ റോയിച്ചനും അല്പം കൂടി സീരിയസ് ആവണം. ഞാൻ അതിങ്ങനെ പറയണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് റോയിച്ച. അയ്യോ, എക്സ്ക്യൂസ് മീ, പല്ല് തേക്കട്ടെ. ഞാനും പോവാ അല്ലേ? ഇതൊക്കെ എന്ത്? എന്താ ഞാൻ ഈ കാണുന്നത്? എല്ലാം ഓക്കെയാണ്. റോയിച്ചിന് ടെൻഷനേ വേണ്ട. ചിഞ്ചല്ലേ എവിടെ ഉള്ളത്? അതുകൊണ്ടാ ഞങ്ങൾ ജീവനും കൊണ്ട് ഇങ്ങ് ഓടി പോകുന്നത്. ടോണി, രാവിലെ ടെൻഷൻ അടിച്ചൊരു വഴിക്കായി പോയി. റോയിച്ചനില്ല, ടോണി ഇല്ല. അവസാനം ഹോം ഡെലിവറിക്ക് പോകാൻ കോഫി ഷോപ്പ് ആരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു വിചാരിച്ചിരിക്കുമ്പോഴാ ചിഞ്ചു വന്നത്. നന്നായി മോളെ, നീ ചെയ്തത് വലിയൊരു കാര്യം. അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇതൊരു വലിയ കാര്യം തന്നെയാ, അല്ലേ റോയിച്ച? ഇവിടെ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ശരി, എന്റെ തീരുമാനം ഇതാണ്. പുതിയ മാനേജറായി അപ്പോയിന്റ് ചെയ്ത പെൺകുട്ടി വന്നാലും വന്നില്ലെങ്കിലും ശരി, ചിഞ്ചു ഇനി കോഫി ഷോപ്പിൽ കാണും. വിനീത കുറച്ച് വെള്ളം കൊടുക്ക്. ചിഞ്ചുമോളെ മാറിയേക്ക്, വെള്ളമൊഴിച്ച് ബോധം തെളിയിക്കാൻ പോവാ. നിന്നെ കണ്ട് വീണ്ടും ബോധം പോയാലോ? എല്ലാം കേട്ടാ പോലെ ചിഞ്ചു ടോണി, നീ ഇതെന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ? ടോണി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടത്തത്തില്ല. ബോധം തെളിക്ക ടോണി. ടോണി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇതുവരെ ഇല്ല. പക്ഷെ ഇവളിവിടെ കോഫി ഷോപ്പിൽ നിന്നാ കുഴപ്പമാവാനുള്ള സാധ്യതയുണ്ട്. അവളിവിടെ നിർത്താതിരിക്കാനാണ് മോൻ ബോധം കെട്ടതെങ്കിൽ ബോധം തെളിയണോന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. വേണ്ട റോയിച്ച, ടോണി മോന്റെ ബോധം തെളിയാനല്ല, സ്വബോധം വരുത്താൻ വേണ്ടി ഞാൻ പോണേ പോയിക്കോളാം. ആര് പോയിട്ടും വന്നിട്ട് ഒരു കാര്യമില്ല. ബോധമില്ലാതെ ജീവിക്കാനാണ് ചിലരുടെ വിധിയെങ്കിൽ അതങ്ങനെ തന്നെ ആവണം. നമ്മളതങ്ങനെ ആക്കാതിരിക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. എന്നെ ഇവിടെ ബോധം കെടുത്തിയിട്ടിട്ട് ഇവിടെ ഇവിടെ ജോലിക്ക് എടുക്കണമെന്ന് റോയിച്ചൻ പറഞ്ഞെങ്കിൽ നാളെ ഇവിടെ കെട്ടണമെന്ന് റോയിച്ചൻ പറയും, അതുറപ്പാ. ചിലപ്പോ പറയും. എന്താ? അപ്പൊ ടോണി രക്ഷപ്പെട്ടു. അതെന്താ? അല്ല, ചിലപ്പോഴേ പറയുള്ളല്ലോ. അപ്പോ സാധ്യത വളരെ കുറവാണ്. സാധ്യത ഒന്നല്ല, ഞാൻ പറഞ്ഞ അനുസരിക്കാവുന്നവർ മാത്രം മതി ഇവിടെ. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ചു. കർത്താവേ, എല്ലാം തകർന്നു. മിക്കവാറും ഞാനിതിനെ കെട്ടിയെടുക്കേണ്ടി വരും. ബോധം വന്നോ ടോണിക്കുട്ടാ? ഇല്ല, വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. നാളെ ഒരു 7-7 ആകുമ്പോ വരുമായിരിക്കും. എന്തേ?